ഹോർമസ് കടലിടുക്കിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. അത് ഏതാണ്ട് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വരവിൻ്റെ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്നത് ഏതാണ്ട് 80% കൈകാര്യം ചെയ്യുന്നത് ഹോർമസ് കടലിടുക്കിൽ കൂടിയാണ്. നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അടക്കം വ്യക്തമാക്കുന്നത് 15 ദിവസത്തേക്കുള്ള എണ്ണശേഖരം മാത്രമാണ് നമ്മുടെ പക്കലുള്ളത് എന്നുള്ളതാണ്. ഇന്ത്യയുടെ പക്കലുള്ളത് 15 ദിവസത്തേക്കുള്ള എണ്ണശേഖരം മാത്രമാണ്. അപ്പോൾ നേരത്തെ പാർവതി പറഞ്ഞ പോലെ ഹോർമുസ് കടലിടുക്ക് ഒരു പ്രശ്നമുണ്ടായാൽ, ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ഉപരോധം സംഭവിച്ചാൽ ഇന്ത്യയാണ് ഏറ്റവും അധികം ബാധിക്കുക. അത് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കപ്പൽ ഹോർമുസ് കടലിടുക്കിലൂടെ കടക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും അവരെ വീഴ്ത്തും എന്നുള്ള മുന്നറിയിപ്പ് അത് മറ്റൊരു സൂചനയായി കൂടി കാണണം. കാരണം കാര്യങ്ങൾ കുറച്ചുകൂടി ഇറാൻ കഴിപ്പിക്കുകയാണ്. ഹോർമുസിൽ ഇത്തരത്തിൽ ആക്രമണം നടത്തുകയും ഒപ്പം ഹോർമുസുമായി ബന്ധപ്പെട്ട് നിയന്ത്രണം വരുത്തുകയും ഒക്കെ ചെയ്താൽ ലോക രാജ്യങ്ങൾക്ക് അതിനെ കാര്യമായി തന്നെ അതിൻ്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരും. ലോകത്തെ പ്രധാന വ്യാപാരങ്ങളുടെയൊക്കെ 25% നടക്കുന്ന ഹോർമുസിലൂടെയാണ്. അവിടെ എത്തുന്ന കപ്പലുകളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അതും പ്രശ്നമാകുന്ന പശ്ചാത്തലമുണ്ട്. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിവരത്തിലേക്ക് കൂടി ഒന്ന് പോകണം. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതായത് നമുക്കറിയാം, എല്ലാ വാർത്താ അവതാരകരും, പ്രത്യേകിച്ച് ഇറാനിലെ വാർത്താ അവതാരകർ വളരെ ദുഃഖത്തോടു കൂടിയാണ് ഖമനേയിയുടെ മരണം അതിനെ വിശേഷിപ്പിക്കുകയും മറ്റും ചെയ്തത്. അന്ന് നമ്മൾ ഒരു വാർത്താ അവതാരകൻ കരയുന്ന ദൃശ്യങ്ങൾ കൂടി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നു. വാർത്താ അവതാരകൻ, അവിടുത്തെ സ്റ്റേറ്റ് ടെലിവിഷൻ്റെ വാർത്താ അവതാരകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഖമനേയിയുടെ മരണം അത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞത്. ഇപ്പോൾ മറ്റൊരു വാർത്ത വരുന്നത് ഖമനേയിയുടെ മരണം ലൈവായി ഒരു അവതാരക ആഘോഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പകവീട്ടി എന്നാണ് റീത്ത പനാഹി എന്ന ഓസ്ട്രേലിയൻ ടെലിവിഷൻ്റെ അവതാരക പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് താൻ കരുതിയില്ലെന്നും അതുമായി ബന്ധപ്പെട്ട ഗ്രാഫിക്സും അവരുടെ സ്റ്റിൽസും ഒക്കെ നമ്മുടെ പക്കലുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്യാമെന്ന് കരുതുന്നു. സ്കൈ ന്യൂസിലെ ഓസ്ട്രേലിയൻ ആങ്കറാണ് റീത്ത പനാഹി എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. റീത്ത പനാഹി പറഞ്ഞത്, ഇറാനിലെ പല വാർത്താ അവതാരകരും കരയുമ്പോൾ വ്യത്യസ്തമായ ഒരു പ്രതികരണം റീത്തയുടെ ഭാഗത്തു നിന്ന് വരാൻ അതിന് പ്രത്യേക സാഹചര്യവും സാധ്യതയും ഒക്കെ ഉണ്ട്. അതിന് കാരണം ഇറാനിൽ നിന്ന് പലായനം ചെയ്ത ഒരാൾ കൂടിയാണ് റീത്ത പനാഹി എന്നുള്ളതാണ്. കുട്ടിക്കാലത്താണ് റീത്ത ഇത്തരത്തിൽ ഇറാനിൽ നിന്ന് പലായനം ചെയ്യുകയും പിന്നീട് ഇറാനിലേക്ക് പോകാൻ സാധിക്കാതെ ഇരുന്ന ഒരു അവതാരകയാണ്. അവരിപ്പോൾ ഓസ്ട്രേലിയയിലെ സ്കൈ ന്യൂസിൻ്റെ പ്രധാനപ്പെട്ട അവതാരകയാണ്. 47 വർഷത്തെ ഇസ്ലാമിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിന് ശേഷം ആ ഏകാധിപതി മരിച്ചിരിക്കുന്നു എന്നാണ് റീത്ത പനാഹി പറഞ്ഞത്. ഇറാൻ മോചനത്തിൻ്റെ പാതയിലാണ് എന്നാണ് തത്സമയ സംപ്രേഷണത്തിലൂടെ അവർ പറഞ്ഞത്. തൻ്റെ ജീവിതകാലത്ത് ഇത്തരമൊരു ദിവസം കാണുമെന്ന് കരുതിയിരുന്നില്ല എന്ന് പറഞ്ഞ അവർ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മിസൈൽ ആക്രമണത്തിന് ധൈര്യം കാണിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രശംസിക്കുകയും മറ്റും ചെയ്തു. അതേസമയം ഭരണകൂട പീഡനം ഭയന്ന് വർഷങ്ങളായി ഇറാനിലേക്ക് മടങ്ങാൻ കഴിയാത്ത പനാഹി പേർഷ്യൻ ഭാഷയിൽ ശക്തമായ ഭാഷയിൽ തന്നെ ഖമനേയിയെ വിമർശിക്കുകയും ചെയ്തു. നമുക്ക് ഈ ടെലിവിഷനിൽ കൂടെ പറയുന്നതില്ല, മലയാളത്തിൽ പറയുമ്പോൾ ഇച്ചിരി കടുത്തു എങ്കിലും പറയാം, നിൻ്റെ പിതാവ് ഒരു നായയാണ്, നിൻ്റെ തലയിൽ മണ്ണ് വീഴട്ടെ, നീ നരകത്തിൽ കത്തി അമരട്ടെ എന്നൊക്കെ ആയിരുന്നു അവരുടെ വാക്കുകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം അത്രത്തോളം വൈരാഗ്യവും ദേഷ്യവും ഒക്കെയുള്ള ഒരു അവതാരക കൂടിയാണ് റീത്ത പനാഹി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വാർത്ത അവർ എത്രത്തോളം വ്യക്തിപരമാണെന്ന് സഹ അവതാരകൻ കൂടിയായ റോവൻ ഡീൻ ചൂണ്ടിക്കാണിക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറി. ഈ യുദ്ധത്തിനിടയിൽ പല അവതാരകരും പൊട്ടിക്കരയുകയും മറ്റും ചെയ്യുമ്പോൾ ഇങ്ങനെ റീത്ത പനാഹിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലാണ്. എക്സ് പ്ലാറ്റ്ഫോമിൽ കൂടിയാണ് അവരിത് പങ്കുവെക്കുകയും മറ്റും ചെയ്തത്. കഴിഞ്ഞ ദിവസം വിലാപം, ഖമനേയി മരിച്ചപ്പോഴുള്ള വിലാപം, അതിനൊപ്പം ഖമനേയിയുടെ ഭാര്യ മൻസൂറ മരിച്ചു എന്നുള്ള വാർത്ത കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ആ വിയോഗ വാർത്ത വിതുമ്പലോടെയാണ് അവതാരകൻ വായിച്ചത്. തെരുവുകളിൽ അലമുറ ഇട്ട സ്ത്രീകളും മറ്റും വന്ന പശ്ചാത്തലമൊക്കെ കണ്ടിരുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നമുക്ക് പാർവതിയിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകണം. പാർവതി, ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം അത് പ്രധാനമായും ഇറാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെയാണ് അമേരിക്ക ഇത്തരത്തിലുള്ള സംഗതികളിലേക്ക് കടക്കുന്നത്. UN കഴിഞ്ഞ ദിവസം ഇറാനിൽ ആക്രമണത്തിൽ മരിച്ച കുട്ടികളുടെ കാര്യത്തിൽ അതൊരു മനുഷ്യരാശിക്ക് നേരെയുള്ള വലിയ ആക്രമണമാണെന്നും മനുഷ്യാവകാശ ലംഘനമാണെന്നും ഒക്കെ പ്രഖ്യാപിച്ച പശ്ചാത്തലമൊക്കെയുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴും ഇറാൻ്റെ ആക്രമണം തുടരുമ്പോഴും ടെഹ്റാനിലടക്കം വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് അത്തരത്തിൽ ആക്രമണം ഇസ്രായേലും അമേരിക്കയും കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതല്ലേ?
അതെ രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം 100-ലധികം കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. അവരുടെ ഈ കുട്ടികളുടെ മരണത്തിലാണ് UN അപലപിച്ചത്. ഗൾഫിലെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച മറ്റൊരു കാര്യം ഹോർമുസ് കടലിടുക്ക് അടച്ചതുമായി ബന്ധപ്പെട്ടാണ്. ഇത് വരും ദിവസങ്ങളിൽ ലോകത്തെ രാജ്യങ്ങളെ എല്ലാം ബാധിക്കുന്ന തരത്തിലുള്ളതാകും. എണ്ണവില കുതിച്ചുയരും, വിതരണ ശൃംഖലകൾ താളം തെറ്റും, രാജ്യാന്തര വ്യാപാരം നിലയ്ക്കും. ഈ ജലപാതയിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനെയും ആക്രമിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. മറ്റൊരു കാര്യം, ഗൾഫിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ഇത് ആഗോള എണ്ണ വാതക വിലകൾ കുത്തനെ ഉയർത്തിയിട്ടുണ്ട്. അവിടെ ജനജീവിതത്തെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഖത്തറിന്റെ സർക്കാർ ഉടമസ്ഥതയിലുള്ള പെട്രോളിയം കമ്പനിയുടെ 2 പ്ലാന്റുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ദ്രവീകൃത പ്രകൃതിവാതക ഉൽപ്പാദനവും ഇതോടെ നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി. ഇറാന്റെ 11 പടക്കപ്പലുകൾ ഇല്ലാതാക്കിയെന്നാണ് US സെൻട്രൽ കമാൻഡിന്റെ അവകാശവാദം. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ എണ്ണവില കുതിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ ആരാംകോ റിഫൈനറി തകർത്തില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. വ്യോമ പ്രതിരോധത്തിനിടെ മിസൈലിന്റെ അവശിഷ്ടം പതിച്ചാണ് തീപിടുത്തമുണ്ടായതെന്നും പറയുന്നു. റിയാദിലേക്ക് ഇതുവരെ 8 ഡ്രോണുകളാണ് എത്തിയത്. അൽഖാഷ് ലക്ഷ്യമാക്കിയാണ് ഈ ഡ്രോണുകൾ എത്തിയതെന്നാണ് വിവരം. എല്ലാ ഡ്രോണുകളും തടുത്തതായും സൗദി അറിയിച്ചു. ഇസ്രായേൽ ലെബനനിലും ആക്രമണം ശക്തമാക്കുകയാണ്. തെക്കൻ ലെബനനിൽ ടയർ നഗരത്തിൽ കൂറ്റൻ കെട്ടിടം തകർത്തിട്ടുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ട്. ഇറാനിലെയും ലെബനനിലെയും മരണസംഖ്യയും അതോടൊപ്പം ഉയരുന്നുണ്ട്. ഇറാനിയൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിനു നേരെ ആക്രമണമുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതുവരെ കണ്ടതല്ല, ഇനിയാണ് വലിയ യുദ്ധമെന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വാക്കുകൾ വലിയ ആശങ്കയ്ക്കും ഇടയാക്കുന്നുണ്ട്. ഇറാനെതിരെ കനത്ത അടിവരാൻ പോകുന്നു. പാർവതി, ട്രംപിന്റെ വാക്കുകൾ, ഞങ്ങൾ ഇതുവരെ ഇവർക്കെതിരെ കനത്ത ആക്രമണം തുടങ്ങിയിട്ട് പോലുമില്ല, വൻതിര വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇറാന് ഇപ്പോൾ ആരാണ് നേതൃത്വം നൽകുന്നതെന്ന് ഞങ്ങൾക്ക് വ്യക്തമല്ല, ആരെയാണ് അവർ തിരഞ്ഞെടുക്കുക എന്നും അറിയില്ല. ട്രംപ് ഇക്കാര്യം പറയുകയാണ്. ആക്രമണം വഴി ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ കഴിയുമോ എന്നുള്ള സംശയം ഇറാനിലെ ചില US സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിൻ്റെ ഈ പ്രതികരണം എന്നത് ഓർക്കണം. അതായത് യുദ്ധം ഭരണകൂടത്തെ മാറ്റാനല്ല, ഈ പറഞ്ഞതുപോലെ അണ്വായുധ ഭീഷണി ഇല്ലാതാക്കാനും മിസൈൽ ഭീഷണി ഇല്ലാതാക്കാനും മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് ട്രംപ് പറയുകയാണ്. അപ്പം നാവികസേനയുടെ പദ്ധതികളെ ഞങ്ങൾ തകർക്കും എന്നും പറയുന്നു. ഇത് നേരത്തെ ട്രംപിൻ്റെ വലിയ അവകാശവാദം ഞങ്ങൾ ഭരണകൂടത്തെ മാറ്റും എന്നുള്ളതായിരുന്നു. ഇത് ഭരണമാറ്റത്തിന് വേണ്ടിയുള്ളതല്ല, പക്ഷേ ഭരണമാറ്റം ഉണ്ടാവുകയും അത് ലോകത്തിന് ഗുണം ചെയ്യുകയും ചെയ്യുമെന്നുള്ള പുതിയ പ്രസ്താവനയാണ് ഇപ്പോൾ US-ന്റെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്ന് ശ്രദ്ധേയമാണ്. ഈ ആക്രമണം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഭരണ നേതൃത്വത്തിലെ ഉന്നതൻ മാധ്യമ സമ്മേളനം നടത്തുന്നത് എന്നുള്ളത് പ്രധാനമാണ്. കാരണം ഇപ്പോൾ അമേരിക്ക പ്രതീക്ഷിച്ചതുപോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നതുകൂടി വ്യക്തമായിട്ടുണ്ടാകണം അമേരിക്കയ്ക്ക്, പാർവതി. കാരണം ആദ്യം പറഞ്ഞത് ഞങ്ങൾ ഭരണ നേതൃത്വത്തെ പൂർണ്ണമായി മാറ്റും, ഞങ്ങൾക്ക് കൂടി താല്പര്യമുള്ള ആളുകളെ അവിടെ പ്രതിഷ്ഠിക്കുമെന്നായിരുന്നു ട്രംപിൻ്റെ തുടർച്ചയായിട്ടുള്ള അവകാശവാദം. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഇറാനിൽ പുതിയ ഒരു ഭരണാധികാരിയെ തിരഞ്ഞെടുത്തു. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിന് സ്ഥിരീകരണമില്ല. അപ്പോൾ ട്രംപ് അല്ലെങ്കിൽ US പറയുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇറാന്റെ ആണവായുധ നിരായുധീകരണം മാത്രമാണ് എന്ന്. എന്തിൻ്റെ സൂചനയാണ്? രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഇരു കൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ അമേരിക്ക പറയുന്നത് പോലുള്ളൊരു ഭരണകൂടത്തെ ലഭിക്കുന്ന കാര്യവും അല്ലെങ്കിൽ അത് അനുസരിച്ച് നിൽക്കുന്നൊരു ഭരണകൂടത്തെ ലഭിക്കുന്നതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും. ഇറാനെ തടയാൻ ഏറ്റവും മികച്ച അവസരമാണ് ഇതെന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. ഒപ്പം അതുതന്നെയാണ് ആക്രമണം തുടങ്ങാൻ കാരണമെന്നും പറഞ്ഞു. അതിനിടെ ദുബായിക്ക് സമീപമുള്ള ഓസ്ട്രേലിയൻ വ്യോമതാവളത്തിന് നേരെയും ആക്രമണമുണ്ടായി. പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് അമേരിക്ക കൂടുതൽ പോർവിമാനങ്ങളും അയച്ചിട്ടുണ്ട്. ഇറാനെതിരായ സൈനിക നടപടി 4 ആഴ്ചയോളം നീണ്ടു നിൽക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ വീണ്ടും അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ടായത്. റിയാദിലെ എംബസി ആക്രമണത്തിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയത്. ഈ ഇറാനെതിരായ സൈനിക നടപടി നീളുന്നതിനൊപ്പം തന്നെ ടെഹ്റാന്റെ മിസൈൽ ആണവശേഷികൾ നശിപ്പിക്കാൻ വാഷിംഗ്ടൺ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.